അഗസ്ത്യക്കോട് മഹാദേവ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഉത്സവത്തിന് അച്ഛനോടൊപ്പം കഥകളി കാണാനെത്തിയിരുന്ന 8ാം ക്ലാസ് വിദ്യാർത്ഥി സാബ്രി ഒരാഗ്രഹം പറഞ്ഞു. എനിക്ക് കഥകളി പഠിക്കാൻ പറ്റുമോ അച്ഛ? ആ ചോദ്യത്തിൽ നിന്നാണ് കേരള കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു മുസ്ലിം വിദ്യാർത്ഥിനി കഥകളി അരങ്ങേറ്റത്തിനായി ഇന്നൊരുങ്ങുന്നത്. ചെറുപ്പകാലം മുതൽ തന്റെ മനസ്സിൽ വളർന്നു വന്ന ആഗ്രഹം ഒടുവിൽ 10ാം ക്ലാസ്സുകാരി നിറവേറ്റാൻ പോവുകയാണ്. കേരള കലാമണ്ഡലത്തിലെ ആദ്യ മുസ്ലിം വിദ്യാർത്ഥിനിയായ സാബ്രിയുടെ അരങ്ങേറ്റം ഒക്ടോബർ 2-ന് നടക്കാനിരിക്കുകയാണ്. സാബ്രിയുടെ അച്ഛൻ അറിയപ്പെടുന്ന ഒരു പരിസ്ഥിതി ഫോട്ടോഗ്രാഫറാണ്. നിസാം അമ്മാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ചിത്രങ്ങൾ എടുക്കാൻ പോകുമ്പോൾ നിസാമിന്റെ കൂടെ എപ്പോഴും മകൾ സാബ്രിയും ഉണ്ടാകുമായിരുന്നു. അഞ്ചൽ മഹാദേവ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും 6 ദിവസം കഥകളി ഉണ്ടാകാറുണ്ട്. ചിത്രങ്ങൾ എടുക്കാൻ മുടങ്ങാതെ എല്ലാ വർഷവും നിസാമും പോയിരുന്നു. ഒപ്പം സാബ്രിയും ഉണ്ടാകും. അവിടെ ചെല്ലുമ്പോൾ നിസാം കഥകളിക്കൊരുങ്ങുന്ന സ്ഥലങ്ങളിൽ ചിത്രങ്ങൾ എടുക്കുമ്പോൾ അവർ ചുട്ടികുത്തുന്നതും ആഭരണങ്ങൾ അണിയുന്നതും ഒക്കെ നോക്കി നിൽക്കുമായിരുന്നു സാബ്രി. വെളുപ്പിനെ വരെ നീളുന്ന കഥകളി ഉറങ്ങാതെ ഇരുന്ന് കാണുമായിരുന്നു സാബ്രി. മകൾക്ക് കഥകളി വെറും ഒരു കൗതുകം മാത്രമല്ല, മറിച്ച് പാഷനാണെന്ന് അറിയാൻ അച്ഛൻ അധികം താമസം വന്നില്ല. ഒടുവിൽ മകളുടെ ആഗ്രഹത്തിന് എന്തു വേണമെങ്കിലും ചെയ്യാമെന്ന അവസ്ഥയിലായി അദ്ദേഹം. അങ്ങനെയാണ് കലാമണ്ഡലത്തിലെ അധ്യാപകൻ കൂടിയായ കലാമണ്ഡലം ആരോമലിനെ കുറിച്ച് അറിയുന്നത്. എന്നാൽ കേരള കലാമണ്ഡലത്തിൽ അഡ്മിഷൻ ലഭിക്കുന്നത് വളരെ പ്രയാസകരമായ കാര്യമാണെന്നാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആദ്യ മറുപടി. എന്നാലും ശ്രമിക്കാമെന്ന പോസിറ്റീവായ ഒരു സമീപനവും അദ്ദേഹത്തിൽ നിന്നുണ്ടായി. മാത്രമല്ല, കഥകളി ചുവടുകളെക്കുറിച്ചുള്ള ആദ്യ പാഠങ്ങൾ സ്വായത്തമാക്കാൻ മകളെ ആരോമൽ മാഷിന്റെ പക്കൽ ശിഷ്യപ്പെടുത്തുകയും ചെയ്തു. 2021-ലാണ് സ്ത്രീകൾക്ക് കേരള കലാമണ്ഡലത്തിൽ അഡ്മിഷൻ നൽകാമെന്നുള്ള തീരുമാനമുണ്ടാകുന്നത്.